രാത്രി 11 മണിക്ക് എത്തേണ്ട ട്രെയിന് 2:30ക്കാണ് നമ്മൾ പഞ്ചാബിൽ എത്തുന്നത്. അതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ ഹോട്ടൽ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരം വെളുത്തേമ്പാട് 9 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ പഞ്ചാബ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പെട്ടെന്ന് എല്ലാ സ്ഥലത്തും പോയില്ലെങ്കിൽ നമുക്കധികം ടൈമില്ല. രാത്രി 10 മണിക്ക് നമ്മൾ ബസ്സും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകണം. പിന്നെ ഇവിടെ നമ്മൾ വന്നു പെട്ട സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ കടകളും ഇന്ന് അടവാണ് കേട്ടോ. കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കടയിൽ നിന്ന് കിട്ടിയത്. ഇവിടെ ഫസ്റ്റായിട്ടാണ് ഞാൻ ഈ തൈരും കൂട്ടിയിട്ട് ആലു പൊറോട്ട, അതായത് ചപ്പാത്തി പൊറോട്ടയൊക്കെ കഴിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് അത് ഡെയിലി കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോയേ. ഗോൾഡൻ ടെമ്പിളിൽ പോകുന്ന സമയത്ത് നമ്മൾ തല കവർ ചെയ്യണമല്ലോ. അപ്പം അവിടുന്ന് ഒരു തുണി നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ആ തുണി ഒന്ന് കെട്ടി അവൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് വല്ലാത്ത പാടായിരുന്നു. അവൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതില്ലെങ്കിൽ അവർ നമ്മുടെ ഉള്ളിലോട്ട് കയറ്റി വിടത്തില്ലേ. അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു മ്യൂസിയത്തിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജാലിയൻ വാലാബാഗ് നടന്ന് അതിൻ്റെ ഓർമ്മകളൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയമായിരുന്നു. അത് കണ്ട് കുറേ നേരം ഇരുന്നു. പക്ഷേ മക്കളെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര മടുപ്പാണ് കേട്ടോ. ഇവരൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല. പിന്നെ സ്റ്റാച്യൂസ് അതിലൊന്നും നമ്മൾ തൊടാനൊന്നും പാടില്ലല്ലോ. പക്ഷേ നമ്മൾ പറഞ്ഞാൽ ഇവർ കേൾക്കോ, കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അധിക നേരം അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി. കുറച്ചധികം ദൂരം ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നടക്കാനുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ പഞ്ചാബ് എന്ന് പറയുമ്പോൾ മല്ലു സിംഗ് സിനിമയിൽ ഉണ്ണി മുകുന്ദനെ പോലെ ഇരിക്കുന്ന ആൾക്കാരും അവരുടെ വീടും അവരുടെ ആ ഒരു ഭംഗിയൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു മൊത്തം. പിന്നീട് പറഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും, നമ്മൾ വന്ന സ്ഥലം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ വന്നത് ഒരുപാട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ആ ഒരു ഇത് കാണാനാണ് ഞാൻ വന്നത് പഞ്ചാബിൽ. പക്ഷേ ഇതും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, ഓരോ സ്ഥലത്തൂടെ പോവുക, ഓരോ ആൾക്കാരെ പരിചയപ്പെടുക, അവരുടെ ഫുഡ് കഴിക്കുക. അതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അത് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമ്മളിതിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോൾ ഓക്കെ, ബൈ.